അവർ കേരള ജേണി ഹിയർ ബിഗിൻസ്. നമ്മുടെ ഈ ജേണിയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഫ്ലൈറ്റ് വരുന്നത് കോപ്പൻഹേഗൻ ടു അബുദാബിയാണ്. യാത്രയുടെ ആദ്യത്തെ വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നാട്ടിലെത്തിയിട്ട് ഈ ഒരു വ്ളോഗ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും സമയം കിട്ടിയത്. അങ്ങനെ ബാഗേജൊക്കെ കൊടുത്ത് നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. കോപ്പൻഹേഗൻ ടു അബുദാബി, അബുദാബി ടു ട്രിവാൻഡ്രം. നമ്മുടെ ചെക്കിൻ എല്ലാം കഴിഞ്ഞു. ബോർഡിംഗ് പാസ് നമുക്ക് കിട്ടി. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങിച്ചിട്ട് നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ അനൂപിൻ്റെ അടുത്ത് പറയായിരുന്നു, ലാസ്റ്റ് ടൈം അമ്മയും അച്ഛനെയും കൊണ്ടുവന്ന് ആക്കാൻ വന്നപ്പോഴാണ് ഇവിടെ വരെ വന്നത്. നമ്മുടെ കൂടെ വരുന്നവർക്കാണെങ്കിലും ഇവിടെ എയർപോർട്ടിനകത്തൊക്കെ കയറാം. അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ബൈ പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും തിരിച്ച്. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഞാൻ ഈ കാണിക്കുന്ന ഗൂച്ചി ഫ്ലോറയുടെ പെർഫ്യൂം ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തിരുന്നു ഗോതമ്പകിൽ നിന്ന്. നല്ല സ്മെല്ലാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, നമുക്ക് എല്ലാ ലേഡീസും ഗേൾസിനും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്. പിന്നെ കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസും അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടന്നു. കാരണം നമുക്ക് അത്യാവശ്യം നല്ല സമയം എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യാൻ കിട്ടി. ഷനേലിൻ്റെ ന്യൂ എഡിഷനാണ്. ഇത് നല്ല സ്മെല്ലാണ്, നമ്മുടെ സാൻഡൽവുഡിൻ്റെ ഒക്കെ മണം, നല്ല മണം. അങ്ങനെ കുറേ പെർഫ്യൂംസും കാര്യങ്ങളും ഒക്കെ നോക്കി. എനിക്കിപ്പം ഈ കോസ്മെറ്റിക് ഐറ്റംസിനെക്കാട്ടി കൂടുതൽ പെർഫ്യൂംസിനോടൊരു അഡിക്ഷൻ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഗേറ്റ് നമ്പർ അപ്പോഴത്തേക്ക് ആയിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ ഡ്യൂട്ടി ഫ്രീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. അവിടെ ഓരോന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഷോപ്പ് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ജിന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു മിൻറ്റിൻ്റെ ഒക്കെ ഫ്ലേവർ വരുന്ന ഒരു ഷോട്ടാണ്. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് എക്സാക്ട്ലി അറിയില്ല, എന്നാൽ പോലും അത് നല്ലൊരു ഷോട്ടായിരുന്നു. ഒരു റീഫ്രഷ്മെൻറ്റ് ഷോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആപ്പിൾ ഞാൻ ട്രൈ ചെയ്തു. അനൂപ് എന്തോ ബ്ലൂബെറിയോ അങ്ങനെ എന്തോ ഒരു ഫ്ലേവർ ആയിരുന്നു ട്രൈ ചെയ്തത്. അവിടുന്ന് നേരെ നമ്മൾ ഗേറ്റിലേക്ക്. ഇവിടെ ഇപ്പോൾ സമയം 8 മണിയായി. നമുക്ക് ഫ്ലൈറ്റ് 10:15 9:50 അത് 10:15 കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഒരു 1 or 2 hours നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറും. ഇതാണ് നമ്മുടെ എത്തിഹാദ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവനാണ് ഇനി മുന്നോട്ടുള്ള നമ്മുടെ അബുദാബി വരെയുള്ള ഞങ്ങളുടെ സാരഥി. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിതാ കയറാൻ പോവാണ്. ഈ ഒരു യാത്രയുടെ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. കാരണം നാട്ടിലോട്ട് പോകുന്നതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സോ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ കയറാൻ പോവാണ്. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒരു മിക്സ്ഡ് ഇമോഷനായിരുന്നു. കുറേ നാളിന് ശേഷം, അതായത് ഏകദേശം 3 വർഷത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്ലൈറ്റിലേക്ക് കയറി. ഞങ്ങൾക്ക് സീറ്റ് 39A-യും 38B-യും ആയിരുന്നു. അങ്ങനെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കംഫർട്ടായിട്ടിരുന്നു. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ബാഗൊക്കെ മുകളിൽ വെച്ചു. ദെൻ ഞാൻ സ്ക്രീനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു ഈവൻ വർക്കിംഗ് ആണോ എന്നുള്ളത്. സോ അതെല്ലാം വർക്കിംഗ് ആണ്. ലാസ്റ്റ് ടൈം ഞാൻ എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്ത സമയത്ത് വേർസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നും തന്നെ വർക്കിങ്ങും അല്ലായിരുന്നു. ഞാൻ ആ ഒരു 7 hours ലോങ് ജേർണി ഈവൻ എങ്ങനെയൊക്കെയോ തള്ളി നീക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്തിഹാദിന് ബെസ്റ്റ് സർവീസായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ അനൗൺസ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ മൊമെൻറ്റും അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ നാട്ടിലോട്ട് പോകാൻ ഇനി ഇത്ര അവേഴ്സും കൂടെ ഉള്ളൂ, നമ്മൾ ഇത്ര സമയമാകുമ്പോൾ നാട്ടിലെത്തും. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും നാട്ടിലെത്തുന്നത് വരെയുള്ള ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കുറേ നേരം ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് കുറേ നേരം കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി എണ്ണീറ്റ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊന്നും കാണിച്ചില്ല എന്ന് ഓർത്തത്. ഇതൊക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു ബ്ലാങ്കറ്റ്, പില്ലോ, ഐ മാസ്ക് കാര്യങ്ങൾ, പിന്നെ ഒരു ഹാൻഡ് ക്രീം ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് 2 പേർക്കും നല്ല രീതിയിൽ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊന്നും ശരിക്കും ഡീപ്പ് സ്ലീപ്പ് കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ ക്ഷീണം, അതല്ലാതെ നമ്മൾ ഇന്നലെ തൊട്ടുള്ള അലച്ചിൽ, അതെല്ലാം കൂടെ ആകെ ടയേർഡായിരുന്നു. അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് എത്തി. ഫുഡ് നമ്മൾ പറഞ്ഞത് ചിക്കനായിരുന്നു. സോ റൈസ് വിത്ത് ചിക്കനും പിന്നെ ഒരു കീൻവ സാലഡും ബ്രെഡും ബട്ടറും ഒക്കെ ആയിരുന്നു. ആ സ്വീറ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നല്ല ചീസ് ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്വീറ്റായിരുന്നു.
അതും അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ഓരോന്നോരോന്ന് ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിക്കുമായിരുന്നു. എല്ലാം ഒരു 10 ഔട്ട് ഓഫ് 9 കൊടുക്കാൻ പറ്റും. എക്സ്പെഷ്യലി ആ സ്വീറ്റ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ബട്ടർ ചീസ് കേക്കിൻ്റെയൊക്കെ ഒരു ഫീല് നന്നായിട്ട് കിട്ടി. പിന്നെ എനിക്ക് എപ്പോഴും ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു ബട്ടറും ബ്രെഡും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഏതുവഴിയൊക്കെയാണ് പോകുന്നതെന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് അതുവഴി വേറെ ഒരെണ്ണം പോകുന്നു. പക്ഷേ ഇത്രയും സ്പീഡിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്നുള്ളത് ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. കാരണം ഉറക്കം എന്ന് പറയുന്നത് 2 ദിവസമായിട്ടില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വർക്കിങ്ങുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ തിരക്കായിരുന്നു. അപ്പോൾ മുകളിൽ നിന്നുള്ളൊരു വ്യൂ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്ന് വാഷ്റൂമിലൊക്കെ പോയി. ഇതാണ് എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിൻ്റെ വാഷ്റൂം. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഒന്ന് പോയി മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷപ്പായിട്ട് ജസ്റ്റ് വന്നപ്പോഴത്തേക്കും ഞാനൊരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തു. പക്ഷേ അത് അത്ര പോരായിരുന്നു. ദെൻ ഒരു കോള കുടിച്ചു. വീണ്ടും കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ ഈ സ്കൈയുടെ ഇടയ്ക്കൂടെ പോകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോളയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് വീണ്ടും ഉറക്കം വന്നു. ഞാൻ പിന്നെ ഉറങ്ങി. എനിക്കങ്ങോട്ട് സമയം പോകുന്നതേ ഇല്ലായിരുന്നു. അനൂപ് കണ്ടിന്യൂസ് ഉറങ്ങുന്നു, വീണ്ടും എണീക്കുന്നു, ആ അവസ്ഥയായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ അബുദാബിയിൽ ലാൻഡ് ചെയ്തു. അബുദാബി എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റ് നമുക്ക് 1 അവറിലായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി ഹറിബറി ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് ഈവൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഗേറ്റ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് ട്രാൻസിറ്റ് ചെയ്തു. അങ്ങനെ അബുദാബി എയർപോർട്ടിലെത്തി. അപ്പോൾ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിനി അബുദാബി ടു ട്രിവാൻഡ്രം. അബുദാബിയിൽ നിന്ന് ഏകദേശം വെളുപ്പിന് 4 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രിവാൻഡ്രം എത്തി. അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങളെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. സോ ഇതിൻ്റെ വിശേഷങ്ങളൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ സോറി ഫോർ ദാറ്റ്. നാട്ടിലെ വിശേഷങ്ങളൊക്കെയും ഷോർട്സ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.